നമസ്കാരം. പ്രിയങ്കരനായ വി പി മുഹമ്മദ് അലി, JNH മുഹമ്മദ് അലി എന്നും വിളിക്കും, പ്രവാസി വ്യവസായി. അദ്ദേഹത്തെ കഴിഞ്ഞ ഡിസംബർ 6 വൈകുന്നേരം 6 മണിക്ക് ശേഷം കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി ഇതുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഇവിടെ ഒരു വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ചില വിവരങ്ങൾ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും വളരെ നന്നാക്കി നോക്കിയിരുന്നു. സൗദിയിൽ കൊണ്ടുപോയി കച്ചവടത്തിലെല്ലാം ഇൻവോൾവ് ആക്കി വളരെ താഴെ നിലയിൽ നിന്ന് ഉന്നത നിലയിലേക്ക് എത്തിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ ഷിഹാസ്, അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല. ഷിഹാസിന് എനിക്കും നന്നായി അറിയാം. മുഹമ്മദ് അലി സാഹിബിനെ തട്ടിക്കൊണ്ടുപോയ ദിവസം 6 മണിക്ക് ഞാൻ ഷിഹാസിൻ്റെ ഫോണിലാണ് ബന്ധപ്പെടുന്നത്. എന്താ ഈ സംഭവം, കിട്ടി എന്ന് 3 വാക്കോടുകൂടി അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. പിന്നെ അദ്ദേഹത്തെ കിട്ടുന്നുമില്ല. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വലിയ ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കൊട്ടേഷനുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കരങ്ങളാണ് ഈ കൊട്ടേഷൻ നൽകിയതെന്നും പറയപ്പെടുന്നു, അറിയപ്പെടുന്നു. ഇത് കേട്ട് ഞെട്ടിപ്പോയി. വളരെ താഴെ നിലയിൽ നിന്ന് ജിദ്ദയിൽ കൊണ്ടുപോയി കച്ചവടവും മറ്റും ഏൽപ്പിച്ചു കൊടുത്തു, ഉയർന്ന നിധിയിലാക്കി പല പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ വ്യക്തിയാണ് വി പി മുഹമ്മദ് അലി. പാൽ കൊടുത്ത കൈക്ക് തന്നെ വെട്ടേറ്റു എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ ഈ വിഷയവുമായി സംബന്ധിച്ച് എൻ്റെ സഹപ്രവർത്തകരോട് പങ്കുവച്ചത്, ഇത്രയും നാൾ ഒരു മലമ്പാമ്പിനെ, അതൊരു വിഷപ്പാമ്പിനെ തിലയാണി നമ്മുടെ പില്ലോസിൻ്റെ അടിയിൽ വെച്ച് ഉറങ്ങിയല്ലോ എന്നൊരു ആശ്ചര്യചിഹ്നത്തോടു കൂടിയാണ് ഈ വിഷയത്തെ ഞാൻ അവതരിപ്പിച്ചത്. ഷിയാസ് എവിടെയെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. ഷിയാസ് ഒളിവിലാണെന്നാണ് പറയുന്നത്. ഷിയാസിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഭാര്യയും അവരെ കുടുംബം മൊത്തം വീട്ടിലുണ്ട്. അവരെന്തുകൊണ്ട് കാണാതായ പുത്രനെ പറ്റി പോലീസിൽ ഒരു പരാതി നൽകുന്നില്ല, സ്വന്തം മകനെ കാണാനില്ല എന്നൊരു മിനിമം പരാതി പോലും നൽകാത്തത് എന്നൊരു ചോദ്യചിഹ്നം കൂടി ഇവിടെ അവശേഷിക്കുകയാണ്. വളരെ താഴെ നിലയിൽ നിന്ന് ഷിയാസിനെ ഉന്നതനാക്കി മാറ്റി വി പി മുഹമ്മദ് അലി, അതായത് ഈ വിഷയത്തിലെ നമ്മുടെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് കുടുംബത്തിലെ പലരും നല്ല ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട്. നാട്ടുകാരും കുടുംബക്കാരും കുഞ്ഞാക്ക എന്നാണ് ഈ വി പി മുഹമ്മദ് അലിയെ വിളിക്കുന്നത്. 72 വയസ്സ് കഴിഞ്ഞിട്ടും വളരെ ഊർജ്ജസ്വലനായി സന്തോഷവാനായി ജീവിക്കുന്ന ഒരു ശക്തനായ വ്യവസായി, സമ്പന്നൻ എന്ന ഒരു ബോധം മനസ്സിലില്ലാതെ എല്ലാവരോടും ഇളയ മനസ്സോടുകൂടി നീതിപൂർവമായി പെരുമാറുന്ന ഒരു വ്യക്തി. അതിലാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം, അല്ലാതെ മറ്റൊന്നല്ല. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം ആ പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമാണ്. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും ശക്തമായി ഇടപെടാനുമുള്ള കാരണം. ഞാൻ ഇന്നലെ വൈകുന്നേരം വി പി മുഹമ്മദ് അലി സാഹിബിൻ്റെ വീട്ടിനടുത്ത് പോയി ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷിയാസും ഇപ്പോൾ കാണാതായ ആരോപണ വിധേയനായ ഈ കൊട്ടേഷൻ്റെ സൂത്രധാരനെന്ന് അറിയപ്പെടുന്ന ഷിയാസിൻ്റെ വീട് നോക്കി. വി പി മുഹമ്മദ് അലി സാഹിബ് വളരെ താഴെ നിന്ന് ഉയരത്തിലേക്ക് കൈയുടെ ഉയർത്തി കൊണ്ടുവന്ന ഷിയാസിൻ്റെ വീട് കണ്ണും അല്പം ഞെട്ടിപ്പോയി. വി പി മുഹമ്മദ് അലിയേക്കാളും വലിയൊരു വീടാണ് അദ്ദേഹം അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ വീട് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് കുറേ കോടികൾ കടക്കാരനാണെന്നും മറ്റും അതും കേൾക്കുന്നുണ്ട്. എന്തിനാണ് ഷിയാസിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണവും സംശയവും എല്ലാ കേന്ദ്രങ്ങളിലും വരാനുള്ള കാരണം? അത് എല്ലാം പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തും. വിദൂര ഭാവിയിൽ തന്നെ അതിൻ്റെ സത്യാവസ്ഥ 100% കറകളഞ്ഞ സത്യാവസ്ഥ പുറത്തു വരും. പക്ഷേ ഷിയാസ് എവിടെ, എന്തിനാണ് ഒളിവിൽ പോയത്? ഷിയാസ് നീതിപൂർവമായ വ്യക്തിയാണെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കുടുംബത്തോടൊപ്പം, മുഹമ്മദ് അലിയോട് കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടതായിരുന്നു. ഷിയാസിന് ഈ കൊട്ടേഷനുമായി ബന്ധമുണ്ടെങ്കിൽ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന, കണ്ണിൽ ചോരയില്ലാത്ത നടപടിയായിരിക്കും. അത് ഒരു ദയവും അറിയിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷിയാസും എൻ്റെ സുഹൃത്ത് പട്ടികയിൽ ഉള്ള ആളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മുഹമ്മദ് അലി സാഹിബിനെ കാണാതായ ദിവസം പുലർച്ചെ ഈ വിവരം കിട്ടിയപ്പോൾ
പലരെയും ബന്ധപ്പെട്ട് ഫോൺ കിട്ടുന്നില്ല. അങ്ങനെ 6 മണിക്ക് ഞാൻ ഷിയാസിനെ വിളിച്ചപ്പോൾ കിട്ടി എന്ന 3 വാക്കോടുകൂടി അദ്ദേഹം ഫോൺ കണക്ട് ചെയ്തു. ആശുപത്രിയിൽ അദ്ദേഹം 1-2 തവണ വന്ന് മുഖം കാണിച്ച് പോയി എന്നല്ലാതെ ഞങ്ങളൊക്കെ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അവിടെ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഒളിവിൽ പോയത്, എവിടെ, ഏത് അജ്ഞാത കേന്ദ്രങ്ങളിലാണ് ഒളിവിൽ പോയത്, ഷാർജയിലോ മറ്റോ സുഖജീവിതം നയിക്കുകയാണെന്ന് കേൾക്കുന്നു. എന്തായാലും പ്രിയ ഷിയാസെ, ഈ അവസരത്തിൽ നിങ്ങൾ ഒളിവിൽ പോകുന്നത് ശരിയല്ല. നാട്ടിൽ വന്ന് സത്യം എന്താണെന്ന് തെളിയിക്കുക, പോലീസിനെ സഹായിക്കുക, പോലീസുമായി സഹകരിക്കുക. ഞങ്ങളെല്ലാവരും അറിയുന്ന എല്ലാ വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുപോലെ താങ്കളാണ് ഏറ്റവും കൂടുതൽ മുഹമ്മദ് അലി സാഹിബിനോട് ബാധ്യസ്ഥനായ വ്യക്തി. താങ്കളെ താഴെ നിന്ന് സീറോയിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്തി വലിയൊരു സമ്പന്നനാക്കി മാറ്റി. ഇപ്പോൾ മുഹമ്മദ് അലിക്ക് ഈക്വാലിറ്റിയായ ഒരു വീടും താങ്കളുടെ അടുത്ത് തന്നെ പണിതു. ആ വീടിൻ്റെ വീഡിയോ ഞാനിതോട് പുറത്തുവിടുന്നു. അതുമാത്രമല്ല, ഈ കേസിൽ ഇതുവരെ പിടിക്കപ്പെട്ട പ്രമുഖരായ പ്രതികളുടെ ഫോട്ടോവും ഇതിൽ പുറത്തുവിടുന്നു. അവരുടെ പേര് വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ പുറത്തുവിടും. ഇപ്പോൾ ഫോട്ടോ കാണുക. ദയവ് ചെയ്ത് എല്ലാവരോടായി എനിക്ക് പറയാനുള്ളത്, ഇത്തരം കൊട്ടേഷൻ സംഘമോ കൊട്ടേഷൻ സംഘങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിക്കോ ഞാൻ മുന്നോട്ട് പോകരുത്. സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുക. നിങ്ങൾ 70 കോടിക്ക് കൊട്ടേഷൻ കൊടുത്തു. ഇപ്പോൾ 70 കോടി എവിടെ? കൊട്ടേഷൻകാരുടെ പണം കൊടുക്കാൻ ഗതിയില്ലാതെ കൊട്ടേഷൻ നൽകിയ ആൾ വീർപ്പ് മുട്ടുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തെമ്മാടി കൊട്ടേഷൻ സംഘങ്ങളെയും നിലക്ക് നിർത്താൻ നമ്മുടെ സർക്കാർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ഇത് വെള്ളരിക്കപ്പെട്ടളമല്ല, ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് ഇന്ത്യ. അതിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന കേരളത്തെ വികൃതമാക്കാൻ ഒരു സാമൂഹ്യ ദ്രോഹികളെ കൊണ്ടും നാം അനുവദിക്കില്ല എന്ന് എല്ലാവരും പ്രതിജ്ഞയെടുക്കണം. ആ ആശയത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. ഷിയാസെ, ഒളിവിൽ കിടക്കാതെ തിരിച്ചു വരൂ പൊന്നുമോനെ. താങ്ക് യു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.